മുൻ മന്ത്രിമാരെയും പ്രമുഖ എംഎൽഎമാരെയും ഇറക്കി പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് സിപിഎം കേരള ഘടകം. മുൻ മന്ത്രിമാരായ ടി.എം. തോമസ് ഐസക്, കെ ശൈലജ എംഎൽഎയും നടനുമായ എം മുകേഷ്, എം.വി. ജയരാജൻ എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇതിനോടകം ഉൾപ്പെട്ടു കഴിഞ്ഞത് ഇതിന് തെളിവാണ്. ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ജില്ലാതലങ്ങളിൽ ചർച്ച സജീവമാക്കുകയാണ് സിപിഎം. മുൻ മന്ത്രിമാർ, പ്രമുഖ എംഎൽഎമാർ, നേതാക്കൾ എന്നിവരെ ഇറക്കി പരമാവധി സീറ്റ് നേടുകയാണ് പാർട്ടി ലക്ഷ്യം. പത്തനംതിട്ടയിൽ മുൻമന്ത്രി ടി.എം. തോമസ് ഐസക്കിന്റെ പേരാണ് ജില്ലാ കമ്മിറ്റി ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ നിലവിലുള്ള എം.പി. എ.എം. ആരിഫിന് തന്നെയാണ് മുൻഗണന. നടനും എംഎൽഎയുമായ എം മുകേഷിന്റെ പേരാണ് കൊല്ലം സീറ്റിലേക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത്. മുകേഷ് വിമുഖത കാട്ടിയാൽ കൊല്ലത്ത് മുൻ എം.പി. സി.എസ്. സുജാത മത്സരിക്കാനാണ് സാധ്യത. ആറ്റിങ്ങലിൽ സിപിഎം ജില്ലാ സെക്രട്ടറി വി. ജോയി എംഎൽഎയുടെ പേര് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. എന്നാൽ രാജ്യസഭാംഗം എ. റഹീമിന്റെ പേരും പരിഗണനയിലുണ്ട്. വടകരയിൽ മുൻമന്ത്രി കെ ശൈലജ എംഎൽഎ, കോഴിക്കോട് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം എന്നിവരുടെ പേരുകൾക്കാണ് പ്രാമുഖ്യം. സീറ്റ് ലഭിച്ചാൽ എറണാകുളത്ത് മത്സരിക്കാൻ തയ്യാറെന്ന് നേതൃത്വത്തെ KV തോമസ് അറിയിച്ചുവെന്നാണ് വിവരം. എം സ്വരാജിന്റെ പേരിനാണ് ഇവിടെ കൂടുതൽ സാധ്യത. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻമന്ത്രി AK ബാലൻ, ഭാര്യ ഡോക്ടർ ജമീല എന്നിവരുടെ പേരുകളും ആലത്തൂരിൽ ഉയർന്നു കഴിഞ്ഞു. പാലക്കാട് A. വിജയരാഘവൻ, കണ്ണൂരിൽ MV ജയരാജൻ എന്നിവരാണ് പരിഗണനയിലുള്ള പ്രമുഖർ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന പേരുകൾ അതാത് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുന്ന നടപടിയാണ് ഇപ്പോൾ ജില്ലാതലങ്ങളിൽ നടക്കുന്നത്. അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വം തന്നെ കൈക്കൊള്ളും. ജനം, തിരുവനന്തപുരം.